അധികാലം വിജ്ഞാനത്തിന്റെ നാളുകളാക്കാൻ പുസ്തകവണ്ടിയുമായി കൊല്ലം പെരിനാട് ആലുംമൂട് പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ അധികൃതർ. സ്കൂൾ ലൈബ്രറിയിലെ 25,000-ഓളം പുസ്തകങ്ങളുമായാണ് പുസ്തകവണ്ടി വിദ്യാർത്ഥികളുടെ വീടുകളിൽ നേരിട്ടെത്തുക. ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തുകയെന്ന ആശയമാണ് വാഹനങ്ങളുടെ പിറവിക്ക് പിന്നിലെങ്കിൽ പെരിനാട് ആലുംമൂട് പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂളും ആ ലക്ഷ്യത്തിന് പിന്നാലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളത് ലക്ഷ്യം അവധിക്കാല വായനയെ സജീവമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് മാത്രം. അവധിക്കാലത്ത് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക, ലഹരി വസ്തുക്കളിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിപ്പിക്കുക തുടങ്ങിയവ മുന്നിൽ കണ്ടാണ് പുത്തൻ ആശയം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അപ്പോൾ കുട്ടികൾക്കും വായിക്കാം, രക്ഷകർത്താക്കൾക്കും വായിക്കാം, അടുത്തുള്ളവർക്കെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് വായനയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പുതിയ ഈ സാഹചര്യത്തിൽ നമ്മുടെ ലഹരി സംബന്ധമായ പുതിയ ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്യുക, ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കളിസ്ഥലങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടായ്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അറിയാമല്ലോ, വായന തരുന്ന ഒരു അറിവും ആനന്ദവും അതിനപ്പുറമുണ്ടാകാവുന്ന ചില വ്യക്തിത്വ വിശേഷങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ലഹരിക്ക് തടയിടുക. സ്കൂൾ ലൈബ്രറിയിലെ 25,000-ഓളം പുസ്തകങ്ങളാണ് പുസ്തകവണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ വീടിനടുത്ത് എത്തുന്ന പുസ്തകവണ്ടിയിൽ കഥ, കവിത, നോവൽ, ആത്മകഥ, വിവർത്തനങ്ങൾ, മറ്റു ഭാഷാ പുസ്തകങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പുസ്തകവണ്ടിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം മാറ്റിയെടുക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള കൂട്ടായ വായനയാണ് പുസ്തകവണ്ടിയുടെ ഉദ്ദേശം. കൂടാതെ പൊതുജനങ്ങൾക്കും സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകാം. സ്കൂൾ PTA, അധ്യാപകർ, ജനപ്രതിനിധികൾ, രക്ഷകർത്താക്കൾ എന്നിവർ ചേർന്നാണ് ആശയം നടപ്പിലാക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.